ഹലോ കൂട്ടുകാരെ, അടിപൊളി ടേസ്റ്റി പന്നിയിറച്ചി തോരൻ റെസിപ്പി കണ്ടാലോ? റെസിപ്പി കാണുന്ന മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യേണ്ട ബെൽ ബട്ടൺ. ആദ്യം നമുക്ക് ഇറച്ചിയൊന്ന് വേവിച്ചെടുക്കാം. ഇറച്ചി വേവിക്കാൻ വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടിയും പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ല പോലെ നമുക്കൊന്ന് കൈയിട്ട് മിക്സാക്കി എടുക്കാം. ഇറച്ചി വേവാൻ കണക്കിന് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കുക്കർ അടച്ച് നമുക്ക് അടുപ്പിൽ വയ്ക്കാം. ഏകദേശം 2 മണിക്കൂറോളം ഈ ഇറച്ചി ഒന്ന് വെന്ത് കിട്ടാനുണ്ട്. കാരണം പന്നി ഇറച്ചി വേവാൻ വേണ്ടി കുറേ സമയമെടുക്കാം. ഏകദേശം ഇവിടെ 2 മണിക്കൂറാണ് ഞാൻ വെച്ചിരുന്നത്. ഇനി തോരനുള്ള സാധനങ്ങൾ ഇവിടെ 4 സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 4 സവാള തോരനരിയുന്ന രീതിയിൽ ചെറുതായി കഷ്ണങ്ങളാക്കിയാണ് ഇവിടെ അരിഞ്ഞെടുത്തിട്ടുള്ളത്. സാധനങ്ങൾ അരിഞ്ഞു വെച്ച സവാള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്. ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കിയതിന് ശേഷം എണ്ണ ഒഴിച്ച് ലേശം കടുകും കൂടെ ഇട്ട് കടുക് പൊട്ടി വന്നതിന് ശേഷം ചെറിയ ഉള്ളി കഷ്ണങ്ങളാക്കി അരിഞ്ഞതും കറിവേപ്പില, പിന്നെ നേരത്തെ നമ്മൾ അരിഞ്ഞു വെച്ച സവാളയും കൂടെ ആഡ് ചെയ്ത് ഒന്ന് നല്ലപോലെ വഴറ്റിയെടുക്കാം. പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലപോലെ സവാള ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഈ നേരത്തെ പറഞ്ഞ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകൊന്ന് നമുക്ക് ചതച്ചെടുത്തിട്ട് വരാം. ആ ചതച്ചെടുത്ത ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് നമുക്ക് ഈ സവാളയിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുത്ത് ഒന്നുകൂടെ നല്ലപോലെ വഴറ്റിയെടുക്കാം. നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച പന്നി ഇറച്ചി നല്ലപോലെ വെന്തിട്ടുണ്ട്. അതും കൂടെ ഈ സവാളിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നല്ലപോലെ മിക്സാക്കി എടുക്കുക. ഇനി തോരന് ആവശ്യത്തിനുള്ള തേങ്ങ, വെളുത്തുള്ളി, പെരുംജീരകം, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്ത അരപ്പ് നമുക്ക് ഈ ഇറച്ചിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇളക്കിയൊന്നും കൊടുക്കേണ്ട, അരപ്പൊന്ന് ജസ്റ്റ് ഒന്ന് ഇറച്ചിയിലേക്ക് പിടിക്കുന്ന രീതിയിൽ അങ്ങനെ തട്ടിക്കൊടുത്താൽ മതി. ആവശ്യത്തിനുള്ള കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ചു പിടിക്കാം. ഇനി നമുക്ക് തുറന്ന് നല്ലതുപോലെ ഒന്ന് അരപ്പുള്ള ഇറച്ചിയിലേക്ക് പിടിക്കാൻ വേണ്ടി നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ആവശ്യത്തിന് രമ്പയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല മണത്തിന് വേണ്ടി, നല്ല രുചി കിട്ടാൻ, ഇറച്ചിക്ക് നല്ലൊരു രുചി കിട്ടാനും കൂടെയാണ് ഈ രമ്പയില ചേർത്ത് കൊടുത്തിട്ടുള്ളത്. രമ്പയിലയും കൂടെ ചേർത്ത് തൊട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. അങ്ങനെ അടിപൊളി ടേസ്റ്റി പന്നിയിറച്ചി തോരൻ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും മസ്റ്റായി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഈ റെസിപ്പി. അടുത്തിനി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബായ്.